ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തി വറ്റിച്ചത്. വളരെ ടേസ്റ്റിയും അതുപോലെ എളുപ്പവുമായിട്ടുള്ള ഒരു കറിയാണിത്. ആകെ വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില പിന്നെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാകാം. പിന്നെ വേണ്ടത് മത്തി, ഞാനിവിടെ 1/4 കിലോയാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി, അത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ കുറച്ച് പൊടികൾ. ഇതൊക്കെ മുമ്പേ തന്നെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് കറി റെഡിയാക്കി വെക്കാം. സവാള, തക്കാളി ഇതൊന്നും അരിയാനില്ല ഇതിൽ. ആകെ വെളുത്തുള്ളി ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി. ഓക്കെ, അങ്ങനെ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ഇപ്പോഴും ഫ്ലെയിം ഓൺ ചെയ്യാറായിട്ടില്ല. ഇതൊരു ഓയിൽലെസ് കുക്കിംഗ് എന്നുകൂടി പറയാം. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ നല്ലത്. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാകാം. പിന്നെ പുളി നന്നായി വെള്ളത്തിലിട്ട് പിഴിഞ്ഞു കൊടുത്ത് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. പുളിവെള്ളം തന്നെയാണ് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് 2-3 തവണ ഇതുപോലെ ചെയ്ത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. കറിയുടെ ഗ്രേവി ലൂസാക്കിയിട്ടാണെങ്കിൽ ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് കൂടുതൽ തിക്കുമല്ല കൂടുതൽ ലൂസുമല്ല, രണ്ടിനും ഇടക്കുള്ള തിക്നെസ്സാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, വറുക്കാത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവും പുളിയും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ചോറിനൊപ്പം ഈ ഒരു കറി മാത്രം മതി, വേറൊരു കറിയുടെയും ആവശ്യമില്ല. ദോശ, കപ്പ അതിൻ്റെയൊക്കെ കൂടെ ഞാൻ ഈ കറിയാണ് ഉണ്ടാക്കാറ്. ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതും വറുക്കാത്തതാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, അതും കൂടി ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. ഈ കറി മത്തി കൊണ്ട് മാത്രമല്ല, നമുക്ക് അയല വെച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ചാറ് ലൂസായി കാണുന്നത് മൈൻഡ് ചെയ്യണ്ട. ഇത് തിളച്ച് കഴിയുമ്പോൾ കുറുകി തിക്കായി വന്നോളും. ഇനി നമുക്ക് ചേർത്ത ഉപ്പ് പാകമായോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആയിരിക്കണം മത്തി മുങ്ങിക്കിടക്കേണ്ടത്. ഇനി ഇത് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനതൊന്നും ചെയ്യുന്നില്ല. പിന്നൊരു കാര്യം, ഇത് ബാച്ചിലേഴ്സിനൊക്കെ നല്ലതാണ്. ബാച്ചിലേഴ്സ് സ്പെഷ്യൽ കറി എന്നും വിളിക്കാം ഇതിനെ. വർക്കിംഗ് വുമൺ ഉണ്ടെങ്കിൽ, ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് കറിയാണ്. ഇനി ഇതിനെ നമുക്ക് ഫ്ലെയിം ഓണാക്കി വേവിച്ചെടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ കറി റെഡി, വേറൊന്നും നോക്കാനില്ല. 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മത്തിയുടെ വേവ് ആയി കിട്ടും. ഇനി നമുക്ക് വേവായിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ചാറ് നേരത്തെക്കാളും കുറുകി വന്നിട്ടുണ്ട്, ഇനിയും ആകാനുണ്ട്. മത്തി ഏകദേശം വെന്ത് വന്നിട്ടുമുണ്ട്. മീൻ പൊട്ടിപ്പോവാതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. മീനിൻ്റെ വേവ് കണ്ടില്ലേ? ചട്ടി ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ലത്. നേരത്തെക്കാളും അരപ്പിത്തിരി കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഈ സ്റ്റേജിൽ ഇത്തിരി കറിവേപ്പിലയുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. മുകളിൽ എണ്ണ തെളിഞ്ഞു വരുന്ന പാകമായാൽ കറി റെഡി. അതേസമയം കറിയുടെ തിക്നെസ്സും കറക്റ്റായിട്ടുണ്ടാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷവും കറി കുറുകി വരും. അതും മുന്നിൽ കണ്ടാവണം ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ കറി റെഡി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ബൈ.